ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ്. ഞാൻ ഇതിന് മുന്നേ 20 ഷോർട്സും ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. ടീച്ചിങ് ആണ് എൻ്റെ പ്രൊഫഷൻ. പക്ഷേ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഇപ്പോൾ 3 വർഷമായിട്ട് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നില്ല. ഹസ്ബൻഡും 2 പെൺമക്കളും അടങ്ങുന്നതാണ് എൻ്റെ ഫാമിലി. ഹസ്ബൻഡ് ബാങ്ക് എംപ്ലോയി ആണ്. മക്കൾ ഒരാൾ 10th ഒരാൾ 5th പഠിക്കുന്നു. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് ഞാൻ ലഞ്ചിനുള്ള പരിപാടി നോക്കുകയാണ്. മെഴുക്കുവരട്ടിക്കുള്ള പയർ അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ തോരൻ വെക്കാനായിട്ട് ഉള്ളി അരിയുവാണ്. അപ്പോൾ ഇന്ന് സ്കൂൾ അവധിയായതുകൊണ്ട് മക്കൾ രണ്ടാളും എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. മണിക്കുട്ടി അവൾക്കുള്ള ദോശ ഇടുന്നുണ്ട്. ഒപ്പം എൻ്റെ സ്റ്റൗവിൻ്റെ പുറത്ത് മാവും കോരി ഒഴിക്കുന്നുണ്ട്. ഇവിടെ കൂടുതൽ ദിവസം ഉണ്ടാക്കുന്ന പലഹാരം ദോശയാണ്. കാരണം എല്ലാവരും കഴിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ തോരനും മീനിനും വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരകുവാണ്. അപ്പോൾ തോരത്തിന് വേണ്ടിയിട്ട് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യമേ അരപ്പ് തയ്യാറാക്കി വെച്ചാൽ പിന്നെ കറണ്ടെങ്ങാനും പോയാൽ പേടിക്കണ്ടല്ലോ. എണ്ണ ചൂടായപ്പോൾ അതിൽ കടുവും കറിവേപ്പിലയും ഇട്ട് അത് പൊട്ടി വന്നപ്പോൾ ഉള്ളി ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി വെന്ത് വരുമ്പോഴേക്കും ഞാൻ മീനിനുള്ള പരിപാടി നോക്കാമെന്ന് വെച്ച് കണവയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഇന്നലെ വൈകുന്നേരം കിട്ടിയ മീനാണ്. അപ്പോൾ പകുതി എടുത്ത് ഞാൻ ഇന്നലെ രാത്രി തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻ അരയ്ക്കാനായിട്ട് ഞാൻ ഉള്ളിയും തേങ്ങയും വറുത്ത മുളകും മല്ലിയും പുളിയും വറുത്ത ഉലുവയാണ് ഇട്ടിട്ടുള്ളത്. ഇതെൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളിയാണ്. കുറച്ച് ചേർത്താൽ മതി, ഭയങ്കര പുളിപ്പാണ്. അപ്പോൾ ഞാൻ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, വെള്ളവും കൂടെ ചേർത്ത്. ഇനി ഇത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ഇട്ട് ഒരു പച്ചമുളക് 2ആയിട്ട് കീറിയിട്ടിട്ടുണ്ട്. മീൻകറി റെഡിയായി വന്നപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്. ഇന്നത്തെ മീൻകറിക്ക് പുളി അല്പം കൂടുതലായിരുന്നു. ഇന്ന് ഒരു മീനും കൂടെ കിട്ടിയിട്ടുണ്ട്, മുള്ളുവാള. അപ്പോൾ ഞാനിന്ന് അത് പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് മീനിലേക്ക് ഒരു ചെറിയ സവാള അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ ചേർത്ത മസാലകളെല്ലാം മീനിലേക്ക് പിടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം തന്നെ മാറ്റി വയ്ക്കാം. മീൻ പൊരിക്കാനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സ്കൂൾ അവധിയായത് കാരണം കുട്ടികൾ ഇന്ന് 11 മണിക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സാധാരണ ഇവിടെ 5 മണിക്കാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഹോളിഡേ ആയതുകൊണ്ട് രാവിലെ എടുക്കാമെന്ന് വെച്ചു. ഇപ്പോൾ 2-3 വർഷമായി കാണും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അമ്മയെന്ന് പറഞ്ഞ് പിള്ളേർ എൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ എനിക്കെന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഞാനൊക്കെ വീഡിയോ ഇട്ട് ആര് കാണാനെന്നായിരുന്നു എൻ്റെ ചിന്ത. അപ്പോൾ കഴിഞ്ഞ മാസം 21st എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് തലേന്ന് ഞാൻ എൻ്റെ പൂജാമന്ദിറിൽ വിളക്ക് കത്തിക്കുമ്പോൾ ഞാൻ എൻ്റെ മൂത്ത മോളോട് പറഞ്ഞു, ഇതൊന്ന് വീഡിയോ ആക്കി വയ്ക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ അവളെടുത്ത വീഡിയോയാണത്. എന്നിട്ടും അത് അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്നൊരു ഡൗട്ടായിട്ട് ഞാൻ ഇരുന്നപ്പോൾ അവൾ തന്നെയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ച് വാങ്ങി പുതിയ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തതും അവൾ തന്നെയാണ്. എന്നിട്ടും ആ വീഡിയോയുടെ ലിങ്കൊന്നും ഞാൻ ആർക്കും ഷെയർ ചെയ്തില്ലായിരുന്നു. പക്ഷേ 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ വീഡിയോയുടെ വ്യൂസ് കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ആയപ്പോൾ ഇനി മുതൽ വീഡിയോ ഇടാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തുമായിരുന്നു. ഇപ്പോൾ 21st ഞാൻ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ മീൻ പൊരിക്കാൻ ഇട്ടിട്ട് ഞാൻ നേരെ രസത്തിന് പുളിയൊക്കെ കലക്കി ഉപ്പിട്ട് പൊടികളെല്ലാം ചേർത്ത് വച്ചിട്ട് ഞാൻ തക്കാളി നോക്കിയപ്പോഴാണ് തക്കാളി ഇല്ലാത്ത കാര്യം അറിയുന്നത്. ഇനി പണിമുടക്കായിട്ട് തക്കാളി തപ്പി ഞാൻ എവിടെ പോകാൻ, കടകളൊന്നും തുറന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് ഇനി തക്കാളി ഇല്ലാത്ത രസം വയ്ക്കാം. ഇപ്പോൾ രസത്തിന് കടുവറുക്കാനായിട്ട് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കറിവേപ്പില വെളുത്തുള്ളി ഇവ ചേർത്തിട്ട് വെളുത്തുള്ളിയുടെ കളറ് മാറി വരുമ്പോൾ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന രസം എടുത്ത് അതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മല്ലിയില ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. മീനിൻ്റെയും ഒരു സൈഡ് തിരിച്ചിട്ടിട്ടുണ്ട്. ഈ രസവും മീനും ഇവിടെ റെഡിയാകുന്ന സമയം കൊണ്ട് ഞാൻ സിങ്കിലുണ്ടായിരുന്ന പാത്രം എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പാത്രം കഴുകി വയ്ക്കുന്ന പച്ച ട്രേ ഭയങ്കര ഉപയോഗമുള്ളതാണ്. നമ്മൾ കഴുകി വയ്ക്കുന്ന പാത്രത്തിലുള്ള കംപ്ലീറ്റ് വെള്ളവും വാർന്നു പോകും. നമുക്ക് ഉണങ്ങുമ്പോൾ എടുത്ത് പാത്രം കബോർഡിൽ വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ സ്ലാബെല്ലാം വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.